എക്സാമ്പിൾ ഞാൻ ക്യാമറേൻ്റെ ഒരു ഇത് പറയുകയാണ്, ഒരു നെഗോസിയേഷൻ വരുവാണ്, നമുക്ക് 10,000 മേലെ വേറെ ആൾക്കാർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ക്യാമറമാൻ ആരും ഇല്ലേ? അത് നെഗോസിയേഷനാണ്. 10,000 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാമായിരുന്നു, ഓക്കെ ഒരു 10 ഒരു 12 വരെ ആയാലും വലിയ കുഴപ്പമില്ല എന്നിങ്ങനെ ഒരു നെഗോസിയേഷൻ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, സാറേ മകളുടെ വിവാഹമാണ് അല്ലെങ്കിൽ മകൻ്റെ വിവാഹമാണ്. ഇപ്പം പഠിച്ചിറങ്ങുന്ന പയ്യന്മാർ ഒരു ക്യാമറ വാങ്ങിച്ചാൽ ആരും ക്യാമറാമാനന്മാരാവാൻ പറ്റും. ചെറിയ ഫംഗ്ഷൻസ് പഠിച്ചാൽ 5,000 രൂപയ്ക്ക് വേണമെങ്കിൽ സാറിന് ഞാൻ റെഡിയാക്കി തരാം. പക്ഷേ ഈ വിവാഹം ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിലെ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ തന്നെ ആവണ്ടേ? അതെന്നും സാറിന് പ്രിൻ്റ് ചെയ്യാനും ആൽബത്തിൽ സൂക്ഷിക്കാനും അതിൻ്റെ വീഡിയോസാക്കി കാണാനും ഉള്ളതാണ് ഫോട്ടോസും മൊമെൻറ്റ്സും എല്ലാം. അപ്പോൾ അതിനൊരു എക്സ്പേർട്ടാണ് നമുക്ക് വേണ്ട. എക്സ്പേർട്സിനെ നമുക്ക് ഒരിക്കലും ചീപ്പ് കോസ്റ്റിൽ കിട്ടത്തില്ല. സാറിൻ്റെ ഡിസിഷനാണ്, സാറിന് ആലോചിക്കാം, സാർ എങ്ങനെയാണ് പറയുന്നത് പറഞ്ഞാൽ ഞാനത് അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. ഇതൊരു പവർഫുൾ നെഗോസിയേഷനെ നമ്മൾ തിരിച്ച് പറഞ്ഞതാണ്. വളരെ നമുക്ക് കറക്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള, എന്നാൽ അവർ നമ്മൾ പറ്റിക്കുന്നുമില്ല, കറക്റ്റ് കാര്യം തന്നെ പറഞ്ഞു കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സ് അവെയർ അല്ല. അപ്പോൾ അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്, ശരിയാണ് ഇത്ര വലിയ ഫംഗ്ഷനാണ്, നമ്മൾ എത്രയോ പൈസ വേറെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന ഒരാൾക്ക് നമ്മളിപ്പം അവിടെ നമ്മൾ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നല്ല ഫോട്ടോസ് കാണത്തില്ല. ഇങ്ങനെ പറയാം. ഓക്കെ, ഒരിക്കലും പ്രൈസ് നിങ്ങൾ കൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആരും എടുക്കാതിരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ 1 lakh 2 lakhൻ്റെ എൻ്റെ കോഴ്സുകൾ എടുക്കുന്നുണ്ട് ആൾക്കാർ. അവർക്ക് പ്രൈസ് അല്ല, വാല്യൂ ആണ് നോക്കേണ്ടത്.